പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ തൊടുപുഴ നഗരത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസമായി വഴിയോര കച്ചവടക്കാർ. പല പച്ചക്കറികളും കടകളിൽ നിന്നും ലഭിക്കണമെങ്കിൽ തീ വില നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ന്യായവിലയ്ക്ക് വെജിറ്റബിൾസ് വിൽക്കുന്ന ഉന്തുവണ്ടി കച്ചവടക്കാർ പൊതുജനത്തിന് ആശ്വാസമാകുന്നത്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന രീതിയിലാണ് വിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി തൊടുപുഴ നഗരത്തിൽ എത്തുന്നവർ അല്പം പച്ചക്കറി വാങ്ങിയേക്കാം എന്ന് ചിന്തിച്ച് മാർക്കറ്റിൽ കയറിയാൽ പലതിന്റെയും വില കേട്ടാൽ ഞെട്ടുന്ന സാഹചര്യമാണ് നിലവിൽ. വെളുത്തുള്ളി, ക്യാരറ്റ്, മുളക്, മുരിങ്ങക്കായ എന്ന് വേണ്ട മിക്ക പച്ചക്കറികൾക്കും വിപണിയിൽ തീ വിലയാണ്. ഇതിനിടയിലാണ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പച്ചക്കറി വിൽക്കുന്ന വഴിയോര കച്ചവടക്കാർ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. പച്ചക്കറി മേടിക്കണം, ഉന്തുവണ്ടിയിൽ മേടിക്കാണ് ലാഭം. കടകളിലൊക്കെ ഭയങ്കര വിലയാണ്. പച്ചക്കറി നല്ല ഈ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഉന്തുവണ്ടിയിൽ നിന്ന് കിട്ടുന്ന വിലയ്ക്ക് കിട്ടൂല. ഇപ്പം ഈ പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം കടകളിൽ ഇരിക്കുന്നതിനേക്കായി കുറച്ചുകൂടെ നല്ലതായത്. ഇത്രയും കണ്ടീഷൻ ഇല്ല കടയിൽ നിന്ന് മേടിക്കണേ. ഇത് ഇന്നലെ വന്ന ലോഡാണ്. മറ്റേ കടയിൽ കുറേ നാളുകളായതൊക്കെ കാണും. 2 കിലോ 50 രൂപയ്ക്കൊക്കെ കൊടുക്കും. തക്കാളി, വെണ്ട, പയറ്. ഞാനിപ്പോൾ 2 കിലോ വെണ്ടയ്ക്ക് 50 രൂപ, 2 കിലോ പയറ് 50 രൂപ. ഈ വിലയ്ക്കാണ് ഞാൻ വാങ്ങിക്കുന്നത്. എല്ലാ കടകളേക്കാളും ഉന്തുവണ്ടിയിൽ വില കുറവുണ്ട്. പല പച്ചക്കറികൾക്കും വില കൂടാൻ ഉൽപാദനക്കുറവും പ്രതികൂലമായ കാലാവസ്ഥയുമെല്ലാം കാരണമാണ്. ന്യായമായ നിരക്കിൽ പച്ചക്കറി നൽകുന്നതിനാൽ മോശമല്ലാത്ത രീതിയിൽ തങ്ങൾക്ക് കച്ചവടം ലഭിക്കുന്നതായും ഇവർ പറയുന്നു. എങ്കിലും ഓണവിപണിയോട് അനുബന്ധിച്ച് പച്ചക്കറി വില ഇനിയും വർദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് വഴിയോര കച്ചവടക്കാർ. ഇപ്പോൾ വിപണിയിൽ പച്ചക്കറിക്ക് ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ട്. പയറ്, തക്കാളി, ബീൻസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. മറ്റ് സാധനങ്ങൾക്കെല്ലാം ഇപ്പോഴും ആ പഴയ വിലയിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഉന്തുവണ്ടിയിൽ ഫ്രഷ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം നമ്മളിത് എടുത്ത് വൈകുന്നേരം ഇത് അടിച്ച് തീർക്കുക. നമ്മൾ തുച്ഛമായ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ 100-150 കിലോ സാധനം നമുക്ക് വിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1000-800 രൂപ കിട്ടും. അത് മതി. അത് ആ ഫ്രഷ് സാധനം ആൾക്കാർക്ക് അത് കൊടുത്ത് നമുക്ക് വണ്ടി വൈകുന്നേരം കാലിയാക്കുക. പിറ്റേ ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ പോകും. ഇനിയിപ്പോൾ ഓണക്കാലം വരുവാണ്. ഓണത്തിനൊക്കെ പച്ചക്കറിക്ക് നല്ല വില കയറും. വിലക്കുറവ് മാത്രമല്ല, വഴിയോര കച്ചവടക്കാരിൽ നിന്നും നല്ല പച്ചക്കറികൾ വാങ്ങാൻ കിട്ടുമെന്നതും ജനത്തെ ആകർഷിക്കുന്ന ഘടകമാണ്. നിലവിൽ അടുക്കള ബജറ്റിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഘടകം തക്കാളി, പയർ, വെണ്ട, ഇഞ്ചി തുടങ്ങിയവയുടെ വില അല്പം കുറഞ്ഞു നിൽക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.